ചങ്ങരംകുളം സാംസ്കാരിക സമിതി ഗ്രന്ഥശാലയിലെ വായനക്കാരും എഴുത്തുകാരുമായ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പുസ്തകം PV ഷാജി കുമാർ രചിച്ച മരണവംശം എന്ന നോവലാണ്. PV ഷാജി കുമാർ മലയാളത്തിലെ യുവ എഴുത്തുകാരിൽ ശ്രദ്ധേയനാണ്. അദ്ദേഹത്തിൻ്റെ വെള്ളരിപ്പാടം, കിടപ്പറ സമരം, സ്ഥലം, ജനം എന്നീ രചനകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതുമാണ്. കന്യക ടാക്കീസ്, ടേക്ക് ഓഫ് തുടങ്ങിയ സിനിമകൾക്ക് തിരക്കഥ രചിച്ചിട്ടുണ്ട് PV ഷാജി കുമാർ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ് മരണവംശം. മാതൃഭൂമി ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മരണവംശം എന്ന നോവലിലേക്ക് വരുമ്പോൾ മനുഷ്യന്റെ പകയുടെയും പ്രതികാരത്തിൻ്റെയും ആസക്തികളുടെയും ഒരു വല്ലാത്ത വന്യഭൂമികയായി ഈ നോവലിൻ്റെ പ്രദേശം ഏർക്കാന എന്ന പ്രദേശം അനുവാചകരിൽ അടയാളപ്പെടും. ഉത്തര മലബാറിലെ കാസർഗോഡ് ജില്ലയിലെ കർണാടക സംസ്ഥാനത്തിനും കേരളത്തിൻ്റെയും അതിർത്തി പ്രദേശത്തുള്ള ഏർക്കാന എന്ന ഒരു സാങ്കല്പിക ഗ്രാമമാണ് മരണവംശം എന്ന നോവലിൻ്റെ സ്ഥലം. ഏർക്കാന പക്ഷേ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന നോവലിലെ മക്കോണ്ടോ എന്ന സാങ്കല്പിക ഗ്രാമമാണ് എന്ന് നമുക്ക് തോന്നാം. ഈ നോവലിൽ അവതരിപ്പിക്കപ്പെടുന്ന വംശാവലി കൂടി കാണുമ്പോൾ ഏകാന്തതയുടെ 100 വർഷങ്ങളിലെ മക്കോണ്ട എന്ന ഗ്രാമമാണോ മരണവംശത്തിലെ ഏർക്കാന എന്ന് നമ്മൾക്ക് തോന്നാം. എന്നാൽ ഏർക്കാന അങ്ങനെയല്ല. അതിൽ നിറയെ പകയും പ്രതികാരവും രതിയും മദ്യവും മാണ്. ഏർക്കാന അങ്ങനെ അനുവാചകരുടെ ഹൃദയങ്ങളിൽ
ഒരു വല്ലാത്ത മുഴക്കമായി, അലോസരമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സാധാരണ സദാചാര ബോധങ്ങളെ, സദാചാര വിചാരങ്ങളെ ഈ നോവൽ തകിടം മറിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾ അവരുടെ പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നതിലും അവരുടെ രതിയുടെ സംതൃപ്തിയിലേക്ക് അവർ സ്വയം തിരഞ്ഞെടുക്കുന്ന പുരുഷന്മാരെ പ്രവേശിപ്പിക്കുന്നതിലും നമ്മുടെ സാധാരണമായ നോവൽ വായനാനുഭവങ്ങളെ PV ഷാജികുമാറിൻ്റെ മരണവംശം എന്ന നോവൽ മാറ്റിമറിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഷ ഉത്തര മലബാറിലെ കാസർഗോഡൻ ഭാഷ, ആ നാട്ടുഭാഷയുടെ, നാടൻ ഭാഷയുടെ അതീവ ഹൃദ്യമായ പ്രയോഗം, അത് ഈ നോവലിൻ്റെ എടുത്തു പറയേണ്ട ഒരു മേന്മയാണ്. മറ്റൊന്ന്, ഇതിൽ മനുഷ്യർ മാത്രമല്ല കഥാപാത്രങ്ങളായിട്ടുള്ളത്. ദൈവങ്ങളും പക്ഷി മൃഗാദികളും മരങ്ങളും പാമ്പും, ഇങ്ങനെ സമസ്ത ചരാചരങ്ങളും മരണവംശമെന്ന നോവലിൽ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. ഈ ദൈവങ്ങളായിട്ട് വരുന്ന കഥാപാത്രങ്ങൾ, തെയ്യം ഉത്തരമലബാറിൻ്റെ തനത് കലയായ, പാരമ്പര്യ കലയായ തെയ്യത്തിൻ്റെ ഒരു സാന്നിധ്യം ഇതിൽ ഉടനീളം കാണാം. പല വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട തെയ്യക്കോലങ്ങൾ ഇതിലെ മനുഷ്യരുടെ ജീവിതാവസ്ഥകളോട് ബന്ധപ്പെട്ട് ഉറഞ്ഞു തുള്ളി വരുന്നത് കാണാം. പക്ഷെ തെയ്യങ്ങളും മനുഷ്യരെ പോലെ തന്നെ നിസ്സഹായരാണ്. ഇങ്ങനെ മനുഷ്യനെയും ദൈവത്തെയും മൃഗങ്ങളെയും ഒക്കെ കഥാപാത്രങ്ങളാക്കി അവതരിപ്പിക്കുന്ന മരണവംശം എന്ന നോവൽ മനുഷ്യന്റെ അറ്റമില്ലാത്ത ക്രൂരതകളുടെ, നൃശംസതകളുടെ ഒരു പര്യായവുമായി മാറുന്നുണ്ട്. ഒരു മനുഷ്യന് എത്രമാത്രം ക്രൂരതകൾ ചെയ്യാൻ കഴിയും, മനസ്സ് മരവിപ്പിക്കുന്ന, രക്തം മരവിപ്പിക്കുന്ന കൊടും ക്രൂരതകൾ ഈ നോവലിൽ നമുക്ക് കാണാൻ കഴിയും. അത് ക്രൂരതകളും അതുപോലെ മനുഷ്യന്റെ ആസക്തികൾ, മദ്യത്തിനോട് പുരുഷന്റെ ആസക്തികൾ ഇതിൽ വന്യമായും ക്രൂരമായും അടയാളപ്പെടുത്തുന്നുണ്ട്. പുരുഷന്റെ ആസക്തികൾ ശമിപ്പിക്കുന്ന ഉപകരണങ്ങളായി മാറുന്ന
സ്ത്രീയുടെ ശരീരം, ആ ശരീരത്തെ അവൻ ക്രൂരമായി ഭോഗിക്കുന്നതും അതിനെ മരണത്തോളം എത്തുന്ന കൊടും ക്രൂരതകളിലേക്ക് വലിച്ചെറിയുന്നതും ഈ നോവലിൽ നമുക്ക് പല സ്ത്രീ കഥാപാത്രങ്ങളുടെയും ജീവിതവുമായി ചേർത്ത് വായിക്കുമ്പോൾ കാണാം. ഇങ്ങനെ സാധാരണ നമ്മൾ വായിക്കുന്ന നോവലുകളിൽ നിന്നും വേറിട്ട അനുഭവമായി, ചുട്ടുനീറുന്ന അനുഭവമായി, അങ്ങേയറ്റത്തെ നിസ്സഹായതയുടെയും എന്നാൽ അതിജീവനത്തിൻ്റെയും ഉപജീവനത്തിൻ്റെയും പെണ്ണനുഭവങ്ങളുമായും മരണവംശം എന്ന നോവൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഈ നോവൽ അതിൻ്റെ ചരിത്രത്തിൽ നിന്നും തുടങ്ങുന്നതാണ്. ഏർക്കാനയിലേക്ക് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കുഞ്ഞിക്കോമൻ എന്ന ഒരു കള്ളൻ മംഗലാപുരത്ത് നിന്ന് ഏർക്കാന എന്ന ഗ്രാമത്തിലേക്ക് വരികയാണ്. കുഞ്ഞിക്കോമൻ എന്ന കള്ളനാണ് ഏർക്കാനയുടെ മണ്ണിൽ പകയും പ്രതികാരവും കൊലയും ആസക്തികളും കുഴിച്ചിട്ടത് എന്നുള്ള ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. ഒരു മിത്ത് പോലെ കുഞ്ഞിക്കോമൻ എന്ന കള്ളൻ നിൽക്കുന്നുണ്ട്. കുഞ്ഞിക്കോമൻ ഒരു പേരുകേട്ട ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് പേരുകേട്ട ഒരു കള്ളനായിരുന്നു. അയാളുടെ പരിപാടി ബ്രിട്ടീഷുകാരുടെ അടിവസ്ത്രങ്ങൾ മോഷ്ടിച്ച് പുഴയിൽ ഒഴുക്കുക എന്നുള്ളതായിരുന്നു. ബ്രിട്ടീഷ് പോലീസ് പലതവണ ശ്രമിച്ചിട്ടും അതിസമർത്ഥനായ കരുത്തനായ കോമനെ പിടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് അവരുടെ അടിവസ്ത്രങ്ങൾ മോഷ്ടിച്ച്, പിന്നീട് ഈ നോവലിൽ പറയുന്നുണ്ട്, ഗാന്ധിയുടെ ചർക്കയിൽ നൂറ്റെടുത്ത കോണകം ബ്രിട്ടീഷുകാർക്ക് ധരിക്കേണ്ടി വന്നു എന്ന്. അങ്ങനെ ഉപദ്രവം ചെയ്ത കോമനോട് മറ്റൊരു കള്ളൻ ഈ ഏർക്കാന എന്ന ഗ്രാമത്തിലെ ബെല്ലാൾ മനയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഏർക്കാനയിലെ ബെല്ലാൾ മനയിൽ 4 ആളെ ഇട്ട് മൂടാനുള്ള അത്രയും സ്വർണമുണ്ട്. അക്ഷയ നിധി പോലെ സ്വർണത്തിൻ്റെ കൂമ്പാരമുണ്ട്. അവിടെ ആ ബെല്ലാൾ മനയിൽ 2 ബെല്ലാളത്തികളാണ് താമസിക്കുന്നത്, തങ്കുവും പൊന്നുവും. അവർ അതീവ സുന്ദരികളാണ്, മദാലസകളാണ്. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് നഗ്നത മറയ്ക്കുന്നവരാണ്, തന്നിഷ്ടക്കാരാണ്. അവരുടെ ഭർത്താവായ സുബ്രഹ്മണ്യം ഒരു ദുർമന്ത്രവാദിയായിരുന്നു. അയാളുടെ മന്ത്രവാദത്തിൽ കാതലായ ഒരു പിശക് പറ്റി അയാൾ ഉപാസിച്ചിരുന്ന ദുർമൂർത്തികളാൽ തന്നെ
അയാൾ വധിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു കഥയുണ്ട്. മറ്റൊന്ന്, ബല്ലാളത്തികളായ ഈ തങ്കുവും പൊന്നുവും ഭർത്താവായ സുബ്രഹ്മണ്യത്തെ തലക്കടിച്ച് കൊന്നതാണ് എന്നും ഒരു കഥ ആ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ഈ കോമൻ എന്ന കള്ളൻ ഒരു പെരുമഴ പെയ്യുന്ന അർദ്ധരാത്രിയിൽ ഈ ബല്ലാൾ മനയിൽ പ്രവേശിക്കുകയാണ്. അതിനുള്ളിൽ കടന്നപ്പോഴാണ് താനൊരു രാവണൻ കോട്ടയിൽ അകപ്പെട്ടതുപോലെയുള്ള അനുഭവം കള്ളന് തോന്നുന്നത്. കാരണം ഒരു മുറിയിൽ നിന്നും കയറുമ്പോൾ വേറൊരു മുറിയിലേക്ക്, അത് തുറക്കുമ്പോൾ മറ്റൊരു ഇടനാഴിയിലേക്ക്, പുറത്തേക്കുള്ള വഴി മാത്രം കാണാനില്ല. അങ്ങനെ ആകെ വലഞ്ഞുപോയ കോമൻ എന്ന കള്ളൻ ഒരു മുറി വലിച്ചു തുറക്കുമ്പോൾ അതിൽ തങ്കവും പൊന്നുവും വിവസ്ത്രകളായി രമിക്കുന്നത് കാണാം. അങ്ങനെ അവർ ഈ കള്ളനെ കണ്ട മാത്രയിൽ തങ്കമെന്ന സ്ത്രീ ഒരു കത്തിയുമായി കള്ളനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ കള്ളൻ അവളെ കീഴ്പ്പെടുത്തുന്നു. പൊന്നുവിനെയും തങ്കത്തിനെയും കീഴ്പ്പെടുത്തി ആദ്യമായി മോഷണത്തിൽ പാപം ചെയ്ത് അവരെ കെട്ടിത്തൂക്കുന്നു. അവളിൽ നിന്നും മോഷ്ടിച്ച സ്വർണത്തിൽ നിന്നും ഒരു മോതിരവും മാത്രമേ, മറ്റൊരു ചെറിയൊരു ആഭരണവും കൂടി മാത്രമേ ഈ കോമൻ തൻ്റെ കൂടെ കൊണ്ടുപോകുന്നുള്ളൂ. ബാക്കി അവിടെ നിന്നും മോഷ്ടിച്ച എല്ലാ സ്വർണവും ഏർക്കാനയുടെ പലയിടങ്ങളിലായി ആഴത്തിൽ കുഴിച്ചിടുകയാണ്. പിന്നീട് കോമൻ എന്ന കള്ളനെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുകയും പുഴയിലേക്ക് ചരിച്ചു വെച്ച 2 കമ്പിയിൽ കഴുമരത്തിലേറ്റി അയാളെ കൊല്ലുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഏർക്കാന എന്ന ഗ്രാമത്തിൻ്റെ മണ്ണിൽ കൊലയുടെയും മോഷണത്തിൻ്റെയും പകയും പാതകവും കുഴിച്ചിട്ടത് കുഞ്ഞിക്കോമൻ എന്ന കള്ളനാണ്. പിന്നീട് കുഞ്ഞമ്മാർ എന്ന ഒരു സ്ത്രീയിലൂടെ, ഏർക്കാനയിലേക്ക് വിവാഹം കഴിച്ചു വരുന്ന കുഞ്ഞമ്മാർ എന്ന സ്ത്രീയിലൂടെയാണ് ഏർക്കാനയിലെ വംശാവലി രൂപപ്പെടുന്നത്. കുഞ്ഞമ്മാറിൻ്റെ ഭർത്താവായ ഒരു കോഴി വേട്ടക്കാരൻ, കോഴി അംഗം നടത്തുന്ന ഭർത്താവ്, അവർക്ക് ജനിക്കുന്ന അമ്പാടി എന്ന മകൻ, അവരിൽ ഉണ്ടാകുന്ന ഭാസ്കരൻ, കൃഷ്ണനിലും മാധവിയിലും ഉണ്ടാകുന്ന ചന്ദ്രൻ, അരവിന്ദൻ, നളിനി എന്ന മക്കൾ. ഇങ്ങനെ ഈ ഏർക്കാനയിലെ കുഞ്ഞമ്മാറിൽ നിന്നും കൊട്ടനിൽ നിന്നും തുടങ്ങിയ വംശാവലി പക്ഷേ സഹോദര മക്കളാണെങ്കിലും ജ്യേഷ്ഠന്റെയും അനുജന്റെയും മക്കളാണെങ്കിലും ഒരേ രക്തമാണെങ്കിലും അവരിൽ പകയും പ്രതികാരവും വളരുകയാണ്. അതിൻ്റെ ഒരു കാരണമായി വരുന്നത് ഭാസ്കരനും നളിനിയുമായിട്ടുള്ള പ്രണയമാണ്. ഭാസ്കരന്റെയും നളിനിയുടെയും പ്രണയം നളിനിയുടെ ആങ്ങളയായ ചന്ദ്രനിൽ ഭാസ്കരനോടുള്ള വെറുപ്പും വിദ്വേഷവും വളർത്തുന്നു. അത് പകയായി വളരുന്നു. അങ്ങനെ ചന്ദ്രൻ
ആ നാട്ടിലെ കൊടും ക്രൂരനായ, ജന്മിയായ, സ്ത്രീജിതനായ കോമൻ നായരുടെ വലങ്കൈയായി മാറുന്നു. കോമൻ നായർ ഈ ക്രൂരകൃത്യങ്ങളുടെ ഒരു വക്താവായിട്ട് കാണാം, പ്രത്യേകിച്ച് സ്ത്രീകളോട്. അയാൾ വേട്ടയാടി പിടിക്കുന്ന സ്ത്രീകൾ, അവരെ കൊലപ്പെടുത്തുന്നത് മനുഷ്യന്റെ ക്രൂരതയുടെ ഒരു പര്യായമായി ഇതിൽ കോമൻ നായർ എന്ന ജന്മിയെ കാണാൻ കഴിയും. കോമൻ നായരുടെ വലങ്കൈയായി മാറിയ ചന്ദ്രൻ പിന്നീട് ആ നാട്ടിൽ വലിയ ഭീതിയായി മാറുകയാണ്. അയാൾ ഗർഭിണികളെയും സ്ത്രീകളെയും എന്ന് വേണ്ട, അയാൾക്ക് അനിഷ്ടം തോന്നുന്നവരെല്ലാവരെയും അയാൾ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നു. സ്വന്തം അനുജത്തിയായ നളിനിയെ കസേരയിൽ കെട്ടിയിട്ട് അവളുടെ നീണ്ട് ഇടതൂർന്ന മുടി കത്തികൊണ്ട് മുറിച്ചു കളയുന്നു. അവളെ ക്രൂരമായി മർദ്ദിക്കുന്നു. അവളെ രാജൻ എന്ന ഒരു നരാധമന് വിവാഹം കഴിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ തനിക്കിഷ്ടമില്ലാത്തവരോടെല്ലാം വളരെ പരുഷമായി, ക്രൂരമായി പെരുമാറുന്ന, തന്നെ ഏത് നിമിഷവും കൊല്ലുമെന്ന് പ്രതീക്ഷിക്കുന്ന ചന്ദ്രനെ ഭാസ്കരനും സുഹൃത്തുക്കളും കൂടി വെടിവെച്ച് കൊല്ലുകയാണ്. ആ കൊലപാതകത്തോടെ ഏർക്കാന എന്ന ഗ്രാമം പിന്നീട് നിരന്തരമായ സംഘട്ടനങ്ങളുടെയും സംഘർഷങ്ങളുടെയും വെടിയൊച്ചകളുടെയും ഒരു നാടായി മാറുന്നു. ചന്ദ്രനെ കൊന്നതിൽ പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി ചന്ദ്രന്റെ അനുജനായ അരവിന്ദൻ അടുത്ത തലമുറയിലേക്ക്, അരവിന്ദനിലേക്ക് ഈ പക പകരുകയാണ്. ഭാസ്കരനും നളിനിയുമായിട്ടുള്ള ആ പ്രണയം ഒരു കുടിപ്പകയിൽ നിന്നും ഒരു നാടിന്റെ പകയായി വളരുന്നു. ചന്ദ്രനൊപ്പം അന്ന് വളർന്നു വരികയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, ഭാസ്കരനൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, കോമൻ നായരുടെ കയ്യാളായിരുന്ന ചന്ദ്രനൊപ്പം കോൺഗ്രസും അണിനിരക്കുന്നു. അങ്ങനെ ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആ സ്പർദ്ധയും പ്രതികാരവും രണ്ട് പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നു. അങ്ങനെ ഏർക്കാന എന്ന ആ നാട്, അതിൻ്റെ രാത്രികൾ അങ്ങേയറ്റം അശാന്തപൂർണമായി മാറുന്നു. അവിടെ നിസ്സഹായരായ നിരവധി മനുഷ്യർ ഈ പകയിലും പ്രതികാരത്തിലും മരിച്ചു വീഴുന്നു. മരണം അനുഗ്രഹമായി തോന്നുന്ന അംഗവിഹീനരായ മനുഷ്യർ ഭാസ്കരന് സ്റ്റേജിൽ കയറി കൈ കൊടുത്തു എന്നുള്ള കാരണത്താൽ രാഘവൻ എന്ന മനുഷ്യന്റെ വലത് കൈപ്പത്തി വെട്ടിയെടുക്കുന്ന അരവിന്ദനെ ഇതിൽ കാണാം. ഇങ്ങനെ രവി എന്ന കളിക്കൂട്ടുകാരനെ, ഭരതനും രവിയും സ്കൂളിൽ സഹപാഠികളാണ്, ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്. അങ്ങനെയുള്ള ആ സഹപാഠിയുടെ ഇടത്തെ കണ്ണിലേക്ക് വെടിവെച്ച് ആ ശൂന്യമായ തുളകൾ, രക്തത്തുളകൾ, കണ്ണ് നഷ്ടപ്പെട്ട കുഴികൾ തൻ്റെ ജീവിതത്തിലുടനീളം ഒരു വേട്ടപ്പട്ടിയെപ്പോലെ പിന്തുടരുകയും ഒടുവിൽ ആത്മഹത്യക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന ഭരതനെയും കാണാം. അപ്പോൾ കൊല്ലും കൊലയും ഇതിൽ ഇരയെയും വേട്ടക്കാരനെയും ഒരുപോലെ ബാധിക്കുന്നു. കൊന്നത് കൊണ്ടുള്ള കുറ്റബോധവും അതിനെ തുടർന്നുള്ള നിരന്തരമായ മാനസിക പിരിമുറുക്കവും
ആ മനുഷ്യരെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ മരണവംശം എന്ന ഈ നോവലിൽ കുറെ മനുഷ്യർ കൊല്ലാനും മരിക്കാനും വേണ്ടി മാത്രമായി ജീവിക്കുന്നു. നമ്മുടെ നാട്ടിലെ ചില സ്ഥലങ്ങളിൽ പതിവായി കേൾക്കുന്ന കൊലപാതകത്തിൻ്റെ വാർത്തകൾ, പകയുടെ ആ വാർത്തകൾക്ക് പിന്നിൽ ജീവിക്കുന്ന ജീവച്ഛവങ്ങളായ മനുഷ്യരെ ഈ നോവൽ നമുക്ക് കാണിച്ചു തരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നോവലിൻ്റെ വളരെ സൗന്ദര്യാത്മകമായ ഒരു വശം, ആസ്വാദ്യകരമായ ഒരു ഭാഗം ഇതിലെ സംഭാഷണങ്ങളാണ്. ഉത്തര മലബാറിലെ സംഭാഷണ ശൈലി, നാടൻ പദങ്ങൾ, അതിൻ്റെ ഒരു സന്നിവേശം, ഗ്രാമീണരായ നിരക്ഷരരും നിഷ്കളങ്കരുമായ മനുഷ്യരുടെ പേച്ചുകൾ, ഇതെല്ലാം ഈ നോവലിൻ്റെ വായന അനുഭവത്തെ ധന്യമാക്കുന്നതാണ്. എന്നാൽ ഈ നോവലിൽ തുടർച്ചയായി വരുന്ന കൊല്ലും കൊലയും ബലാത്കാരങ്ങളും ചിലപ്പോഴൊക്കെ അനുവാചകർക്ക് മനസ്സ് മടുപ്പിക്കുന്നതാണ്. നിരന്തരമായി വരുന്ന ഈ കൊടും ക്രൂരതകളുടെ ആവർത്തിച്ചുള്ള അവതരണം വായനക്കാരെ ചിലപ്പോഴെങ്കിലും ചെടിപ്പിക്കും എന്ന് വായനാനുഭവത്തിൽ നിന്ന് നമുക്ക് തോന്നും. എങ്കിലും ഇതിൽ ഒരുപാട് ജീവിതങ്ങളുണ്ട്. തീർത്തും നിസ്സഹായരായ മനുഷ്യരുടെ ജീവിതങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ ജീവിതം. ശരീരവും മനസ്സും പുരുഷനിൽ അർപ്പിക്കപ്പെട്ട് എന്നാൽ അവനാൽ തന്നെ ക്രൂരമായി വഞ്ചിക്കപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകൾ ഇതിൽ നിരവധിയാണ്. സതി, നളിനി, പൂമണി, ഇങ്ങനെ എത്ര പേരുകൾ വേണമെങ്കിലും ഈ നോവലിൽ വരുന്നുണ്ട്. ഇവരെല്ലാം ഒരു തരത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തങ്ങളുടെ ശരീരം കൊണ്ട് തടവറയിൽ അടയ്ക്കപ്പെട്ടവരാണ്. ഷജികുമാർ എന്ന എഴുത്തുകാരൻ ഒരു നാടിൻ്റെ ഒരു കാലത്തെ കുറെ ജീവിതങ്ങളെ അവതരിപ്പിക്കുകയാണ്. അതിൽ കുറെ നിറക്കൂട്ടുകളുണ്ട്, കടുത്ത നിറക്കൂട്ടുകൾ കഥാപാത്ര സൃഷ്ടിയിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ആ കഥാപാത്രങ്ങളുടെ വൈയക്തികമായ അനുഭവങ്ങളിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങുമ്പോൾ അത് അവരുടെ സ്വാഭാവികമായ നിറങ്ങളാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ നോവൽ നൽകുന്ന കനപ്പെട്ട ഒരു വായനാനുഭവം. മനുഷ്യൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഈ നോവലിലെ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ: കൊല്ലുന്നതിന് വേണ്ടി. എന്തിനാണ് കൊല്ലുന്നത് എന്ന് ചോദിച്ചാൽ, എൻ്റെ അച്ഛനെയോ സഹോദരനെയോ
എൻ്റെ ബന്ധുക്കളിൽ ഒരാളെയോ എൻ്റെ കൂട്ടുകാരെയോ ഏതെങ്കിലും ഒരുത്തനെ അവൻ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് അവനെ ഞാൻ കൊല്ലും. ഇങ്ങനെ കൊന്നുകൊണ്ട് വംശം കൊന്നു തീർക്കുന്ന വംശമായി തീരുന്ന ഒരു ജനത, ഒരു ഗ്രാമീണ ജനത, അവരെ ചൂഷണം ചെയ്യുന്ന രാഷ്ട്രീയക്കാർ, അവരുടെ പക നിലനിർത്തുന്ന മുതലാളിമാർ, മുതലാളിത്തം, ഇങ്ങനെയുള്ള കടും നിറങ്ങളാൽ ആവിഷ്കരിക്കപ്പെട്ട നല്ല പാരായണ സുഖമുള്ള നോവലാണ് മരണവംശം. അത് പലപ്പോഴും നമ്മളെ നടുക്കുകയും നമ്മളെ സ്തബ്ധരാക്കുകയും ചെയ്യും. അതിൻ്റെ പാത്രസൃഷ്ടിയുടെ കരുത്തുകൊണ്ടും അവതരണം കൊണ്ടും PV ഷാജികുമാർ എന്ന എഴുത്തുകാരൻ തൻ്റെ ആദ്യ നോവലിൽ തന്നെ തൻ്റെ തൂലികയുടെ കരുത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. മരണവംശം എന്ന ഈ നോവൽ വായിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വേണ്ടി ചങ്ങരംകുളം സാംസ്കാരിക സമിതി ഗ്രന്ഥശാലയിലെ സുഹൃത്തുക്കൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ ആമുഖ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.